ഇതെന്താണെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇതിന്റെ പേരാണ് ഇറച്ചിപ്പയർ. ചതുരപ്പയർ എന്നും പറയാറുണ്ട്. വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഇത് കടകളിൽ മേടിക്കാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശീതകാല പച്ചക്കറിയാണ്. എനിക്കിത് എൻ്റെ അടുത്ത വീട്ടിൽ നിന്നും കിട്ടിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരാറുണ്ട്. ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇതിന്റെ സൈഡിലെ ആ ഒരു ചിറക് പോലിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെത്തിക്കളയും. അത് ചെത്തിക്കളയാതെ തോരൻ വെച്ചാല് ഒരു ടേസ്റ്റ് അതിന് ആ ആ ഒരു ഭാഗത്തിന് ദശയൊന്നുമില്ല കേട്ടോ. വെറും ചിറക് പോലുള്ള ഭാഗമാണ്. അതങ്ങ് ചെത്തിക്കളയുന്നതാണ് നല്ലത്. അതിനുശേഷം ഇത് കൊത്തി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാൻ കൊത്തി അരിയാറില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ചതുരമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. നമ്മുടെ ഒരു ചതുരപ്പുളി ഉണ്ടല്ലോ, സ്റ്റാർ ഫ്രൂട്ട്, അതിന്റെ ഒരു ഷേപ്പില്ലേ. അപ്പോ ഇത് ഒന്ന് കീറിയിട്ട് വേണമെങ്കിലും അരിയാം. പക്ഷെ ഞാൻ അങ്ങനെ അരിയാറില്ല. അതിനുശേഷം സവാള എടുത്തിട്ടുണ്ട്, കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് മുറ്റി പോകുന്നതിന് മുമ്പ് തന്നെ എടുക്കണേ. ഒരു പരുവമുണ്ട്, ആ പരുവത്തിന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മുറ്റി പോകുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം കറിവേപ്പില ഇട്ടു, പിന്നെ പാൻ വെച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കടുകിട്ടു, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തോരൻ വെച്ച് കഴിക്കണം കേട്ടോ, വെറുതെ കളയരുതേ. വേറെ ഏതെങ്കിലും രീതിയിൽ റെസിപ്പി ഇതിന്റെ തീയൽ വെക്കുന്നവരുണ്ട്. വേറെ ഏതൊക്കെ റെസിപ്പി മെഴുക്ക് പുരട്ടുന്നവരുണ്ട്. ഈ 3 റെസിപ്പിയാണ് എനിക്ക് അറിയാവുന്നത്. അപ്പൊ അത് നല്ലതുപോലെ ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വയളട്ടെ. അതിന്റെ ഷേപ്പ് കാണുന്തോറും എനിക്ക് ചിരി വരും. നല്ല ഭംഗിയല്ലേ. അപ്പൊ അതാ എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയുമായിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിക്കട്ടെ. അതിനുശേഷം തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം. മസാലയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ചേർക്കാറുണ്ട്, ഇതിൽ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കാം. അതല്ല മിക്സിയിൽ ഒന്ന് ഒതുക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഈ സമയം കൊണ്ട് നമ്മുടെ ആ ചതുരപ്പയറും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മസാല ഇട്ട് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ആ മസാലയൊന്ന് വേവണം. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പാത്രത്തിന്റെ അടിക്ക് പിടിക്കുന്ന ഓരോ പാത്രത്തിലും ഡിപ്പെൻഡ് ആണ് അത്. ഇത് നോൺ സ്റ്റിക്ക് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ആ മസാലയിൽ നിന്നും നല്ലപോലെ ആവി വന്നു. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ തോരൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. നല്ല